ഈ തുല്യത പ്രാക്ടിക്കൽ അല്ല. എന്തുകൊണ്ടാണ് പ്രാക്ടിക്കൽ അല്ലാത്തത്? ജന്മന നമ്മൾ തുല്യരല്ലാത്തത് കൊണ്ട്. ഭരണഘടന തരുന്ന തുല്യതകൾ മാത്രമേ തുല്യതയായിട്ടുള്ളൂ. നിയമങ്ങൾ തുല്യമായിട്ടൊക്കെ കിട്ടാം. അല്ലാതെ ഒരു കാര്യത്തിലും തുല്യതയില്ല. ഇതിപ്പോ ഞാൻ ഈ ഇടയ്ക്ക് വേറെ ഇന്റർവ്യൂവിൽ അവിടെയാണ് കണ്ടത്. തുല്യരല്ല. ഒരു പൗരൻ എന്ന നിലയിൽ ഒരു ഉയർന്ന നിരത്തിൽ സാമ്പത്തികമായിട്ടോ സാമൂഹികപരമായിട്ടോ ഉയർന്ന് നിൽക്കുന്ന ഒരാൾ അവർ തിരിച്ചറിയുന്നുണ്ടോ അവർ തുല്യരല്ല എന്നുള്ളത്? ജാതീയമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് അവൻ അനുഭവിക്കുന്ന പ്രിവിലേജിനെ പറ്റി ബോധവാനാണ് എന്ന് പിഷാരടിക്ക് തോന്നിയിട്ടുണ്ടോ? ഉദാഹരണത്തിന് സമൂഹത്തിൽ ഇപ്പൊ കാഴ്ചയിൽ ഒരിത്തിരി നിറം കുറഞ്ഞ ഒരാളെ മാറ്റി നിർത്തപ്പെടുന്നു, ഉയരം കുറഞ്ഞ ഒരാളെ മാറ്റി നിർത്തപ്പെടുന്നു, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ഇതെല്ലാം അനുഭവിക്കുന്ന ഒരാൾ അത് മറ്റവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ അതിനൊരു ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. തിരിച്ചറിയുന്നത് കൊണ്ടാണ് മാറ്റി നിർത്തപ്പെടുന്നത്. ഇത് തിരിച്ചറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ഉണ്ടാവില്ല. സമൂഹം മുഴുവൻ ഇത് തിരിച്ചറിയുന്നുണ്ട്. ഈ അറിവുണ്ടായിട്ട് അറിവില്ലാത്ത പോലെ അഭിനയിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് അറിയുന്നില്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നില്ലല്ലോ. ഇത് വളരെ വ്യക്തമായി സമൂഹം തിരിച്ചറിയുന്നുണ്ട്, തിരിച്ചുമുണ്ട്. ഇപ്പം ഇതൊന്നും ഇല്ലാതാകുന്നില്ലെങ്കിലും ഈ ഇടയ്ക്ക് ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഒരാൾ പറയുന്ന കേട്ടാണ്, നമ്മളൊരാൾ സമൂഹത്തിൽ ജാതീയമായി താഴെയാണ് എന്ന് പറഞ്ഞ് അയാളെ അപമാനിക്കുന്ന പോലെ തന്നെയാണ് മുകളിലാണെന്ന് പറഞ്ഞ് അപമാനിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു വിഷയം ഉണ്ടാകും ഉടനെ അത് പറഞ്ഞങ്ങ് ചീത്ത വിളിച്ചേക്കാന്ന് പറയുന്ന ഒരു പരിപാടികളുണ്ട്. അതും തുല്യതയാണ്. അങ്ങനത്തെ തന്നെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഉയർന്ന ജാതിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നവരുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഉടനെ അത് പറഞ്ഞിട്ട് ചാപ്പകുത്തി ഇരുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്പകുത്തലാണല്ലോ പ്രധാനം. ഈ പറഞ്ഞത് എന്താണെന്നുള്ളത് രണ്ടാമതാണ്. ഐഡന്റിറ്റിയിൽ പ്രശ്നം ഉണ്ടാക്കാം. ആ ഐഡന്റിറ്റി ആയതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത് എന്ന് എത്രയും പെട്ടെന്ന് പറയുക എന്നുള്ളതാണ്. എക്സെപ്ഷണൽ കേസ് തിരിച്ചും മറിച്ചുമുണ്ട്. വളരെയധികം ജാതി ചിന്തിക്കുന്നവർ, ജാതി പറയുന്നവർ, ജാതിയുമായി ചിന്തിക്കുന്നവരുണ്ട്, തിരിച്ച് ചിന്തിക്കുന്നവരുണ്ട്. ജാതി കുറഞ്ഞതിന് വലിയ കുറ്റബോധവും അപകർഷതാബോധവും ഉള്ളവരുണ്ട്, അതില്ലാത്തവരുണ്ട്. ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. കാരണം ഇവിടുന്ന് ബാക്കിലോട്ട് എത്രയോ അധികം ഇതെല്ലാം നിലനിന്നിരുന്നൊരു കാലത്ത് ഇന്ത്യയുടെ സദേൺ സ്റ്റേറ്റിൽ നിന്നും നാഗർകോവിൽ ഭാഗത്ത് നിന്ന് ന്യൂനപക്ഷക്കാരനായ APJ അബ്ദുൽ കലാമിന് ഇന്ത്യൻ പ്രസിഡന്റ് ആകാമെങ്കിൽ കേരളത്തിലെ ഉഴവൂരിൽ നിന്നും KR നാരായണന് ഇന്ത്യൻ പ്രസിഡന്റ് ആകാമെങ്കിൽ എക്സെപ്ഷനിലാണ്. നമ്മളുടെ ഒരു ഡിറ്റർമിനേഷൻ, നമ്മുടെ ഒരു അധ്വാനം. അല്ലാതെ ജാതി കൂടി ഒരുത്തൻ ഒരു പണിക്കും പോണില്ല, ഒരു കാര്യത്തിന് ചെയ്യാനുള്ള, വെറുതെ നടന്നാൽ അവനൊരു നല്ല ജീവിതം കാര്യമായിട്ട് ജീവിക്കില്ല. തിരിച്ചും. അപ്പൊ അതൊക്കെ കുറച്ച് എക്സെപ്ഷണൽ കേസ് കുറച്ചുണ്ട്. ബാക്കി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്.